ഹലോ ഗൈസ്, എലിനാഷ് വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അത് ആക്ച്വലി ട്രാവൽ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. പ്രോഗ്രാമിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ ഒരു കസിൻ്റെ മാരേജിന് പോയ സമയത്ത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ എന്നാൽ പിന്നെ 2 ദിവസം ട്രിപ്പാക്കി കളയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ വാഗമണ്ണിലോട്ട് വിട്ടു. ഇടുക്കിയിലായിരുന്നു മാരേജ്. അവിടെ നമ്മൾ എന്തായാലും വാഗമൺ അടുത്താണ്, നേരെ വാഗമണ്ണിലോട്ട് കയറി. വാഗമണ്ണിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് നമ്മൾ വെച്ച് പിറ്റേന്ന് എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യണമല്ലോ, അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം നേരെ കുമളിക്ക് വിട്ടു. കുമളിയിൽ ആനകളെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്പേസുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ തപ്പി ആനയെ കാണാൻ വേണ്ടി പോയി. കാണാൻ വേണ്ടി പോയപ്പോൾ പെർ ഹെഡ് 500 റുപ്പീസാണ് അതിൻ്റെ പുറത്ത് കയറാനും ഫോട്ടോ എടുക്കാനും എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ദൂരെ നിന്ന് കുറച്ച് നേരം കണ്ടു. പിന്നെ കഥകളി എന്തൊക്കെയോ പരിപാടികൾ, ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ആക്ച്വലി അവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് വലുതായിട്ട് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പരിപാടിയൊക്കെ വൈകിട്ടാണുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആനകളെ കാണാൻ വേണ്ടിയിട്ട് മാത്രം അത്രയും ദൂരം പോകേണ്ട കാര്യമില്ല. ആനകളെ നിങ്ങൾ ആക്ച്വലി കുമളി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് കാണണം, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് കയറണം എന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി. എനിക്ക് ആക്ച്വലി ആനകളെയൊക്കെ കണ്ട സമയത്ത് എനിക്ക് അതിൻ്റെ പുറത്ത് കയറണം എന്നൊന്നും തോന്നിയില്ല. ഒന്ന് അടുത്ത് പോയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു.